ഇന്ത്യ ഒരു മൾട്ടിപ്പിൾ സ്ട്രാറ്റജിയാണ്. നയതന്ത്ര രംഗത്ത് പാകിസ്ഥാനെ വരിഞ്ഞ് മുറുക്കുന്നതിനോടൊപ്പം തന്നെ പരമാവധി ഈ കോമ്പിംഗ് ഓപ്പറേഷനിലൂടെ പാകിസ്ഥാന്റെ ഉള്ളിൽ കടന്നു കയറാതെ തന്നെ ഭാരതത്തിനുള്ളിൽ കടന്നു കയറിയ തീവ്രവാദികളെ നേരിടുന്ന ഒരു രംഗമാണ്. ഒരു 10ഓളം തീവ്രവാദികളുടെ ഭീകരരുടെ ഒരു ഭവനങ്ങൾ തകർക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. 70ഓളം ടെററിസ്റ്റുകൾ കാശ്മീരിൽ കടന്നുകൂടിയതിൽ 14 പേരുടെ പ്രത്യേക പട്ടിക തയ്യാറാക്കി അതിലെ ഓരോരുത്തരെയുമായും തീർത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഭവനത്തിന് നേരെ ആക്രമണം നടത്തുകയാണ്. അതാണ് ഇന്റേണൽ അറേഞ്ച്മെന്റ്. ബോർഡർ കുറച്ചുകൂടെ സുരക്ഷിതമായിരിക്കുന്നു. അതേസമയം തന്നെ ഒരു ജിയോ പൊളിറ്റിക്കൽ തിരിച്ചടി ഭാരതം പ്രതീക്ഷിക്കുന്നതുമുണ്ട്. ജിയോ പൊളിറ്റിക്കൽ എന്ന് പറയുമ്പോൾ പാകിസ്ഥാനും അടങ്ങിയിരിക്കില്ല. പാകിസ്ഥാൻ സഖ്യങ്ങൾ രൂപീകരിക്കുന്ന തിരക്കിലാണ്. ചൈനയുമായി ഇപ്പോൾ തന്നെ വളരെ അടുത്ത ബന്ധമുള്ള പാകിസ്ഥാൻ ചൈനയിൽ നിന്നുള്ള വലിയ സഹായം പ്രതീക്ഷിക്കുന്ന ഒരു യുദ്ധ അന്തരീക്ഷത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ചൈനീസ് ഇൻവോൾവ്മെന്റ് ഉണ്ടാകും എന്ന ആത്മാർത്ഥമായ ആഗ്രഹമാണ്. അത് മാത്രമല്ല, പാകിസ്ഥാന്റെ ആഗ്രഹം തെളിവുകൾ കൊണ്ടുവരുമെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. ഞങ്ങൾ ഈ ആക്രമണത്തിൽ പങ്കെടുത്തിട്ടില്ല എന്ന് പറയുന്നത് ഞങ്ങളുടെ പേരിൽ, ഞങ്ങളുടെ ലഷ്കർ-ഇ-തോയ്ബയുടെ പേരിൽ നടത്തിയ പ്രസ്താവന ലഷ്കർ-ഇ-തോയ്ബ അല്ല നടത്തിയിരിക്കുന്നത്. അതിന്റെ ഫ്രോണ്ടൽ ഓർഗനൈസേഷനായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് അങ്ങനെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല. അവരെല്ലാം കൈയൊഴിക്കുകയാണ്. പാകിസ്ഥാൻ പങ്കില്ല, ലഷ്കർ-ഇ-തോയ്ബയ്ക്ക് പങ്കില്ല, ഫ്രോണ്ടൽ ഓർഗനൈസേഷനായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ടിന് പങ്കില്ല. അങ്ങനെയെങ്കിൽ അതൊന്നുകൂടി ആലോചിക്കണം, അന്വേഷിക്കണം, ആരാണ് ഇതിന്റെ പിന്നിൽ എന്ന് അന്വേഷിക്കണം എന്ന പാകിസ്ഥാന്റെ ഡിമാൻഡ് ചൈന അംഗീകരിച്ചിരിക്കുകയാണ്. ചൈനയും ഇപ്പൊ അതേ ലൈനിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ത്യ പറയുന്ന ക്ലെയിംസ് ശരിയാണോ എന്ന് അന്വേഷിക്കണം എന്ന് ചൈന പറയുന്നു. ഇനി ചൈനയുടെ ഇൻവോൾവ്മെന്റ് നോക്കൂ. ചൈനയുടെ കഴിഞ്ഞ വർഷത്തെ 10 വർഷത്തെ കയറ്റുമതിയിൽ, ആയുധ കയറ്റുമതിയുടെ 84% കയറ്റുമതി ചെയ്തിരിക്കുന്നത് പാകിസ്ഥാനിലേക്കാണ് എന്നൊരു വസ്തുതയായി അവശേഷിക്കുന്നു. മറ്റൊരു 5% ബംഗ്ലാദേശിലേക്ക് കയറ്റുമതി ചെയ്തിരിക്കുന്നു. അതുമുതൽ പാകിസ്ഥാനുമായി സൈനിക സഹകരണമുള്ള ചൈനയുടെ മധ്യസ്ഥത എങ്ങനെയാണ് വഹിക്കാനാവുക? അതുകൊണ്ട് മധ്യസ്ഥൻ എന്ന നിലയിലല്ല, മറിച്ച് പാകിസ്ഥാനെ സഹായിക്കുന്ന, ഒരുപക്ഷെ നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുത്തില്ലെങ്കിലും ആയുധമണിയിച്ചുകൊണ്ട് തന്ത്രപരമായ വിവരങ്ങൾ കൈമാറിക്കൊണ്ട് പാകിസ്ഥാനെ സഹായിക്കുന്ന നിലപാടിലേക്ക് ചൈന വരുന്നു. അങ്ങനെ തന്നെ ഇന്ത്യ മുൻകൂട്ടി തന്നെ ആ ഒരു ധാരണയുണ്ട്. താനും ഇന്ത്യക്കറിയാം ചൈന ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ പാകിസ്ഥാന്റെ സഹായത്തിനെത്തും എന്ന ധാരണയുണ്ട്. ഇപ്പോൾ പാകിസ്ഥാൻ സഹായം അപേക്ഷിച്ചിരിക്കുന്ന മറ്റൊരു രാജ്യം റഷ്യയാണ്. റഷ്യയുടെ ഒരു നേരിട്ടോ അല്ലാതെയുള്ള ഇൻവോൾവ്മെന്റ് ഉണ്ടാകാൻ ഒരു സാധ്യതയും കാണുന്നില്ല. ഭാരതത്തെ പിണക്കിക്കൊണ്ട് ഒരു തീരുമാനമെടുക്കാൻ റഷ്യ മുന്നോട്ട് വരും എന്ന് കരുതാനാവില്ല. പക്ഷേ അത്ഭുതകരമായ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നത്, ഇപ്പോൾ ഇന്ന് രാവിലെ സ്ഥിരീകരിച്ച വാർത്ത എന്ന് പറയുന്നത്, ടർക്കിയിൽ നിന്നും ഹെർക്കുലീസ് C-130 ക്ലാസ്സിലുള്ള വിമാനം പറന്നിരിക്കുന്നു. 6 വിമാനങ്ങൾ, അതിൽ 4 ഇസ്ലാമാബാദിലും 2 കറാച്ചിയിലും ലാൻഡ് ചെയ്തു എന്നാണ് പറയുന്നത്. തുർക്കിയുടെ ഭാഗത്ത് നേരിട്ടുള്ള ഒരു സഹായം പാകിസ്ഥാൻ ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സഹായം തന്നെയാണ്. തുർക്കിയുടെ ഒരു പോളിസി ഉണ്ട്, ഒരു ഇസ്ലാമിക ലോകത്തെ വൻ ശക്തിയായി ഉയർന്നു വരണം എന്ന തുർക്കിയുടെ ഒരു മോഹമാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് എർദോഗാൻ ആഭ്യന്തരമായി, ടർക്കിഷ് പ്രസിഡന്റ് തയ്യിബ് എർദോഗാൻ ആഭ്യന്തരമായി വലിയ തോതിൽ പ്രതിഷേധങ്ങളെ നേരിടുമ്പോൾ അതിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാനായി ഈ യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിയായില്ല എങ്കിൽ പോലും പാകിസ്ഥാന് പിന്നിൽ ശക്തമായി അണിനിരക്കും എന്ന സൂചനയാണ് ടർക്കി കാട്ടുന്നത്. തൊട്ടടുത്ത് കിടക്കുന്ന ഇറാൻ എന്ന രാജ്യം, പാകിസ്ഥാന് അതിർത്തി പങ്കിടുന്ന ഇറാൻ, ഭാരതവുമായി നല്ല ബന്ധം തന്നെയാണ് ഇറാന്. പാകിസ്ഥാനുമായി ചില്ലറ അസ്വാരസ്യങ്ങൾ ഉണ്ട് താനും. പക്ഷേ ഈ റൗണ്ടിൽ 2 രാജ്യങ്ങളോടും, ഇന്ത്യയോടും പാകിസ്ഥാനോടും സംയമനം പാലിക്കാനായി ഇറാൻ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇതെല്ലാം തന്നെ ഒരു വലിയൊരു കോംപ്ലക്സ്, ഒരു ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനിലേക്കാണ് ഈ കാര്യങ്ങൾ നീങ്ങുന്നത്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് വേണം ഭാരതത്തിന്റെ ഒരു പ്രത്യാക്രമണം ഉണ്ടാകേണ്ടത്. അതുകൊണ്ടാണ് കൈ അയച്ചിപ്പോൾ കണ്ണും കെട്ടി ആക്രമിക്കാവുന്ന ഒരു അവസ്ഥയിലല്ല ഭാരതം. കാരണം എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാക്കി പരമാവധി നയതന്ത്ര ബന്ധത്തിലൂടെ പാകിസ്ഥാന്റെ ഒരു നടുപിടിക്കുകയും പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുകയും ഐസൊലേറ്റ് ചെയ്യുകയും പാകിസ്ഥാന്റെ ഇൻവോൾവ്മെന്റ് തുറന്നു കാട്ടുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് ജലബോംബ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ജലം നിർത്തിവെക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു വലിയ സൂചനയാണ്. കഴിഞ്ഞ ദിവസം ജലം തുറന്നുവിട്ടൊരു കാഴ്ച നമ്മൾ കണ്ടു. ജലം നദിയിലെ ഈ പാകിസ്ഥാൻ അതിർത്തിയിൽ ഉള്ള ഒരു ഡാമിൽ, ഉറി ഡാമിലെ ജലം ഭാഗികമായി തുറന്നുവിട്ട് പാകിസ്ഥാന്റെ ചില പാക് ഓക്യുപ്പൈഡ് കാശ്മീരിലെ ചില ഭാഗങ്ങൾ വെള്ളത്തിനടിയിലായതും ഒക്കെ വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട്. വേണ്ടി വന്നാൽ ജലം തടഞ്ഞു വെച്ച് വരൾച്ച ഉണ്ടാക്കുകയും വേണ്ടി വന്നാൽ ജലം തുറന്നുവിട്ട് ജലപ്രവാഹം, ജലപ്രളയം ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ട് പാകിസ്ഥാന്റെ ഈ തയ്യാറെടുപ്പുകളെ
ഒന്ന് അപ്സെറ്റ് ചെയ്യാൻ ഇന്ത്യക്ക് കഴിയും എന്ന സൂചനയാണ് ഇന്ത്യ നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ വിഷയവും അന്താരാഷ്ട്ര വേദികളിൽ എത്തുമെന്നത് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇന്ത്യ നയതന്ത്ര നീക്കങ്ങൾ ഊർജിതമാക്കുന്നത്. ഐക്യരാഷ്ട്ര സംഘടനയിൽ ജലം ഒരു വലിയ പ്രകൃതി വിഭവമാണ്, മനുഷ്യാവകാശമാണ്. ജലോപയോഗം എന്ന് പറയുന്നത് UDHR യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിലെ മനുഷ്യാവകാശ പട്ടികയിൽ വരുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് ആ വിഷയം ഉറപ്പായി അന്താരാഷ്ട്ര വേദികളിൽ ഐക്യരാഷ്ട്ര സംഘടനയിൽ ഉൾപ്പെടെ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ലോക പൊതുജന അഭിപ്രായം ഭാരതത്തിനെതിരെ തിരിയാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സർവ്വസജ്ജമായ നയതന്ത്ര നീക്കങ്ങൾ അതിലൂടെ ലോകത്തെ ബോധ്യപ്പെടുത്തി ഇന്ത്യ ചെയ്യുന്ന ഓരോ കാര്യവും അതിന്റെ ന്യായാന്യായങ്ങളെ കുറിച്ച് ലോകത്തിന് വിവരിക്കുന്ന ഒരു നിരക്കിലാണ് ഭാരതം. അതേസമയം തന്നെ അതിർത്തിയിൽ അതിശക്തമായ മിലിറ്ററി ബിൽഡപ്പ് ഇന്ത്യക്കുണ്ട്. നേവൽ ആൻഡ് എയർ എക്സർസൈസസ് കഴിഞ്ഞ ദിവസം നടന്നു. റഫാൽ വിമാനങ്ങളുടെ വലിയൊരു കണ്ടിൻജന്റുള്ള ഓർഡർ ഇപ്പോൾ പുതുക്കുന്നത് കണ്ടു. അത് മാത്രമല്ല രാജ്നാഥ് സിംഗ്, ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗും സംയുക്ത സേനാ മേധാവി അനിൽ ചൗഹാനും തമ്മിലുള്ള കൂടിക്കാഴ്ച, കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദിയുമായുള്ള കൂടിക്കാഴ്ച, അതിനുശേഷം രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രിയെ കാര്യങ്ങൾ ധരിപ്പിക്കുന്നു. യുദ്ധസന്നാഹമായ ചർച്ചകൾ ഡൽഹിയിൽ നടക്കുന്നു, പല ഇടങ്ങളിലായി നടക്കുന്നു. അതോടൊപ്പം തന്നെ നേവൽ എക്സർസൈസിൽ നമ്മൾ ആയുധങ്ങൾ പരീക്ഷിക്കുകയാണ്. കപ്പൽ വേധ മിസൈൽ കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ കപ്പലുകളിൽ നിന്ന് ദീർഘദൂര കപ്പൽ വേധ മിസൈലുകൾ പരീക്ഷിച്ചു. അതുപോലെ 70 കിലോമീറ്റർ റേഞ്ചുള്ള ഹ്രസ്വദൂര മിസൈലുകൾ കഴിഞ്ഞ ദിവസം INS സൂറത്തിൽ നിന്നും പരീക്ഷിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പൊ നാവികമായി നമ്മുടെ യുദ്ധക്കപ്പലുകൾ സജ്ജമാണ് എന്ന പ്രതീതിയാണ്. അതുപോലെ തന്നെ വിമാനവാഹിനി കപ്പലുകൾ നമുക്ക് 2 എണ്ണമുണ്ട്. അത് INS വിക്രാന്തും INS വിക്രമാദിത്യയും. ഇത് രണ്ടും വളരെ സ്ട്രാറ്റജിക്കലി വിന്യസിക്കുന്ന ഭാരതത്തെ കാണുന്നു. അപ്പൊ ഏത് രീതിയിൽ നോക്കിയാലും, നാവികമായി നോക്കിയാലും, വ്യോമസേനയുടെ കാര്യത്തിൽ നോക്കിയാലും, കരസേനയുടെ നീക്കങ്ങളുടെ കാര്യത്തിൽ നോക്കിയാലും സർവ്വസജ്ജമായി തയ്യാറെടുപ്പുകളുമായി ഭാരതം നിൽക്കുന്നു. 1 നയതന്ത്രം, 2 ഭൗതികമായ യുദ്ധം. ഈ 2 രംഗത്തും ഇന്ത്യ പിടിമുറുക്കുന്ന കാഴ്ച കാണുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ വേണം ഇപ്പോഴത്തെ സ്ഥിതിഗതികളെ വിലയിരുത്താൻ. ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ്, ഇതിനിടയിൽ ഒരു കാര്യം നമുക്കറിയാം, ഇപ്പോൾ ഏറ്റവും കൂടുതൽ പാക് പ്രകോപനവും ഇതിനിടയിൽ തന്നെ എത്രത്തോളം ഒരു പ്രതിരോധം തീർക്കാമെന്നുള്ള രീതിയിൽ തന്നെ നടക്കുന്നതായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഒരു സിന്ധു നദീജലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു നദിയിലെ വെള്ളം തടയുകയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തന്ത്രപ്രധാനമായ നീക്കം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം സുരക്ഷിതമാണ്? കാരണം ഇത്രയധികം വെള്ളം താങ്ങാനുള്ള ഒരു ശേഷി നമ്മുടെ ഇവിടുത്തെ ഡാമിനുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ പ്രദേശങ്ങളിലുണ്ടോ? അല്ലെങ്കിൽ ഒരു ഡാം പുതുതായി നിർമ്മിക്കുകയാണെങ്കിൽ തന്നെ ആ ഡാമിന്റെ പണി പൂർത്തിയാകണമെങ്കിൽ ഏകദേശം 20 വർഷത്തിലെ അടുക്കുമെന്നാണ് വിദഗ്ധർ പോലും പറയുന്നത്. ഈ സാഹചര്യത്തിൽ ഈ തീരുമാനം അത് എത്രത്തോളമായിരിക്കും ഇന്ത്യയെ പോലും ബാധിക്കുക? ന്യായമായ ചോദ്യമാണ്. 6 നദികൾ സിന്ധു, ജലം, ജനാബ്, ഈ 3 നദികൾ പാകിസ്ഥാനും, 3 നദികൾ റവി, ബിയാസ്, സത്ലജ് എന്നീ 3 കിഴക്കൻ നദികൾ ഇന്ത്യക്കും എന്ന രീതിയിലാണ് 1960 ജല കരാർ, സിന്ധു നദീ ജല കരാർ എന്ന് പറയുന്നത്. അത് പാകിസ്ഥാൻ ഇപ്പോൾ അത് വലിയൊരു ആയുധമാക്കി മാറ്റി. ഇന്ത്യ അത് ഏകപക്ഷീയമായി അത് മരവിപ്പിച്ചത് ഒരു ആയുധമാക്കി മാറ്റിയെടുക്കുന്നു. അപ്പോൾ ഉയരുന്ന സ്വാഭാവിക ചോദ്യമാണ് ഇപ്പോൾ ചോദിച്ചത്. അങ്ങനെയെങ്കിൽ ഈ അധികം വരുന്ന ജലം, തടഞ്ഞു നിർത്തുന്ന ജലം ഇന്ത്യ എന്ത് ചെയ്യും? അങ്ങനെ തടഞ്ഞു നിർത്താൻ തക്ക വലിയ ഡാം സംഭരണ ശേഷി നമുക്കുണ്ടോ? ഉത്തരം ഇല്ല എന്നാണ്. പക്ഷേ ഡാമുകളുടെ ആഴത്തിന്റെ നല്ലൊരു പങ്ക് വർഷാവർഷങ്ങളിൽ അടിഞ്ഞുകൂടിയ സിൽറ്റാണെന്ന് ഓർക്കണം. വലിയ തോതിൽ മണ്ണും പാഴ്വസ്തുക്കളും അടിഞ്ഞ് ഡാമിന്റെ വലിയൊരു സംഭരണ ശേഷി നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിൽ നിന്നും ഈ ഒരു കാര്യങ്ങൾ, വേണ്ടാത്ത കാര്യങ്ങൾ നീക്കം ചെയ്യുക എന്നാണ് ആദ്യത്തെ നടപടിക്കണം. സമയമെടുക്കുന്ന കാര്യമാണ്. അങ്ങനെ ഡാമിന്റെ സംഭരണ ശേഷി, ജലസംഭരണ ശേഷി കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കും. അത് ഏതാനും മാസങ്ങൾ കൊണ്ട് ചെയ്യാവുന്ന ഒരു പ്രവൃത്തിയാണ്. പിന്നീട് കൂടുതൽ ഡാമുകൾ കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ്. തലങ്ങും വിലങ്ങും ഒഴുകുന്ന പോഷക നദികൾ, അനേക പോഷക നദികളിൽ കൂടിയാണ് മേൽപ്പറഞ്ഞ നദികളിൽ ജലമെത്തുന്നത്. ഈ പോഷക നദികൾ തടയണ ഉൾപ്പെടെയുള്ള നദിയുടെ ഒഴുക്ക് തിരിച്ചുവിട്ടില്ലെങ്കിൽ പോലും തടയണകൾ, അനേക തടയണകൾ, അത് വർഷങ്ങൾ എടുക്കുന്ന കൺസ്ട്രക്ഷൻ വർക്കാണ്. ഇതെല്ലാം സാധിച്ചു കഴിഞ്ഞാൽ നദികൾ കുറെയൊക്കെ ഡൈവേർട്ട് ചെയ്ത് വിടാനും സാധിക്കും. അങ്ങനെ പാക് കാശ്മീരിൽ, അതായത് ചൈനയുടെ ഭാഗമായ ടിബറ്റിൽ ഉദ്ഭവിച്ച് പടിഞ്ഞാറേക്ക് ഒഴുകി, കാശ്മീരിന്റെ കുറുകെ പടിഞ്ഞാറേക്ക് ഒഴുകി പാക് അധിനിവേശ കാശ്മീരിലെത്തി. അവിടെ നിന്നും കാശ്മീരിന്റെ പാക് അധിനിവേശ കാശ്മീരിലൂടെയും പിന്നീട് പാക് പഞ്ചാബിലൂടെയും ഒഴുകി പാകിസ്ഥാന്റെ സിന്ധിൽ ചെന്ന് സിന്ധു നദിയുമായി ചേർന്ന് അറബിക്കടലിൽ പതിക്കുന്ന രീതിയിലാണ് കൂടുതലും നദികൾ. ചില നദികളെങ്കിലും ഇന്ത്യയുടെ പഞ്ചാബിലൂടെ ഒഴുകുന്ന രവി, ബിയാസ്, സത്ലജ് നദികൾ ഇന്ത്യയുടെ പഞ്ചാബിലൂടെ ഒഴുകുന്ന നദികളുമാണ്. ഒരു നെറ്റ്വർക്ക് ഓഫ് കനാൽ സംവിധാനമുണ്ട്. ഈ കനാലുകളുടെയൊക്കെ ശേഷി കൂട്ടുകയും ഡൈവേർഷൻ ടാക്ടിക്സ് ഉണ്ടാവുകയും ചെയ്താൽ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1-2 പതിറ്റാണ്ടിനകം തന്നെ സംഭവിക്കേണ്ട കാര്യമാണ്. അതൊരു കാര്യം. അവിടെ ജലം എന്ന് പറയുന്നത് 20-25% പാകിസ്ഥാൻ ഇക്കോണമിയും വരുന്ന അഗ്രികൾച്ചറിൽ നിന്നാണ്.
ഈ പാടശേഖരങ്ങൾ പൂർണ്ണമായി നഷ്ടപ്പെട്ടില്ല, വലിയ തോതിലുള്ള വരൾച്ച സമാനമായ അന്തരീക്ഷം ഉണ്ടാകും. അതൊന്ന്. രണ്ട്, ഇതിനേക്കാൾ ഭയാനകമായ സിറ്റുവേഷനാണ് മഴക്കാലത്ത് ഈ ജലം തുറന്നുവിടുന്നത്. വലിയ തോതിൽ സംഭരിച്ചു വെക്കുകയും ഒരു ജലബോംബായി അത് സ്വീകരിക്കപ്പെടുകയും പിന്നീട് കഠിനമായ മഴ പെയ്യുന്ന സമയത്ത് ഒറ്റയടിക്ക് ആ ജലം തുറന്നുവിടുകയും ചെയ്താൽ ആ പ്രദേശത്തെ ലോവർ റൈപ്പേറിയൻ ഏരിയയിലെ ജനജീവിതം തന്നെ തുടച്ചു നീക്കാൻ പര്യാപ്തമായ ജലപീരങ്കിയാണ് ഈ കാര്യം. ഇതെല്ലാം ഇതിന്റെ ഒരു ചെറിയ ടെസ്റ്റ് ഡോസ് ആണ് കഴിഞ്ഞ ദിവസം ഈ ഉറി അണക്കെട്ട് തുറന്നുവിട്ടത്. ജലം നദിയിലെ ഉറി അണക്കെട്ട് തുറന്നുവിട്ടപ്പോൾ സമീപ പ്രദേശങ്ങൾ, താഴെയുള്ള പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ വെള്ളത്തിലാകുന്നതും ജനങ്ങളെ പെട്ടെന്ന് ഒഴിപ്പിക്കേണ്ടി വന്നതും എല്ലാം തന്നെ ഒരു വലിയ ഒരു സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതുകൊണ്ട് പാകിസ്ഥാനിലെ കർഷകർക്ക് ആകെ സംസാരിക്കാനുള്ളത് പാകിസ്ഥാന്റെ ഗവൺമെന്റിനോടാണ്. ഓൾറെഡി പാകിസ്ഥാനിൽ പൂരം വിഷയങ്ങളാണ്. അതായത് ബലൂചിസ്ഥാനിൽ പ്രക്ഷോഭകാരികൾ, ഖൈബർ പഖ്തൂൺഖ മേഖലയിൽ വിമത പ്രവർത്തനങ്ങൾ, സിന്ധിലെ ജനങ്ങൾ അത്ര സംതൃപ്തിയിലല്ല. പഞ്ചാബ് മാത്രമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. അവിടെ തീർച്ചയായും കർഷകരുടെ രോഷം പഞ്ചാബിലെയും സിന്ധിലെയും പാകിസ്ഥാൻ കർഷകർ പാകിസ്ഥാൻ ഗവൺമെന്റിനെതിരെ തിരിയുന്ന സാഹചര്യം കൂടി ഉണ്ടായാൽ യഥാർത്ഥത്തിൽ പാകിസ്ഥാന്റെ നിലനിൽപ്പ് തന്നെ, സൈനിക ഒരു വ്യവസ്ഥയുടെയും രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും. അതാണ് ഈ ജലവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രശ്നമെന്ന്. അതുകൊണ്ടാണ് പാകിസ്ഥാനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമാണ് സിന്ധു നദീ കരാർ ഏകപക്ഷീയമായി മരവിപ്പിച്ചത് എന്നും അതിന് പ്രതികാരം എന്ന നിലയിൽ, തിരിച്ചടി എന്ന നിലയിലാണ് സിംല കരാറിന്റെ അബ്രോഗേഷൻ എന്നുമാണ് പാകിസ്ഥാൻ ഇപ്പോൾ പറയുന്നത്. പക്ഷെ സിംല കരാർ കട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറഞ്ഞാൽ നിയന്ത്രണ രേഖ അപ്രസക്തമായി മാറുകയാണ്. അതിന്റെ യഥാർത്ഥ പരിണിത ഫലം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ പാക് ഓക്യുപ്പൈഡ് കാശ്മീരിലേക്ക് ഇന്ത്യൻ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിന് തടസ്സമില്ല എന്നാണ് അർത്ഥം. നിയന്ത്രണ രേഖ മരീചികയായി മാറിക്കഴിഞ്ഞു, അപ്രസക്തമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ മിലിറ്ററി അഡ്വാൻറ്റേജ് ഇന്ത്യക്കാണ് എങ്കിൽ തീർച്ചയായും പാക് അധിനിവേശ കാശ്മീരിലേക്ക് സൈനിക നീക്കം നടത്താൻ നിയമപരമായ തടസ്സങ്ങളില്ല. ഒരു കരാറും തടസ്സമല്ല. ആ കാര്യം പാകിസ്ഥാൻ മറന്നുപോയി എന്ന് വേണം കരുതാൻ. അത് മാത്രമല്ല, ബംഗ്ലാദേശിന്റെ സ്വതന്ത്ര അസ്തിത്വവും കൂടി ഉറപ്പുവരുത്തുന്നതായിരുന്നു ഈ പറയുന്ന 72 ഷിംല കരാർ. അത് പോകുമ്പോൾ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇന്ത്യയുടെ ചിക്കൻ നെക്ക് പ്രദേശം ഉൾപ്പെടെ അത് വീതി വർദ്ധിപ്പിക്കാനായിട്ട് ഇന്ത്യ ഒരു ശ്രമം നടത്തുമോ? ബംഗ്ലാദേശും പാകിസ്ഥാനും ഈ ഒരു റൗണ്ടിലെങ്കിലും ഒരുമിച്ച് നിൽക്കാൻ സാധ്യത കാണുന്നു. ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ പുതിയ ഭരണകൂടം, മുഹമ്മദ് യൂനിസ് ഭരണകൂടം അത്ര ഇന്ത്യ അനുകൂല നിലപാടല്ല. ഇതൊക്കെയായിരിക്കാം പാകിസ്ഥാനെ പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ പാകിസ്ഥാന്റെ കണക്കുകൂട്ടുകളിലെ തെറ്റിക്കാൻ തക്ക സൈനിക ശേഷിയും നയതന്ത്ര മികവും ഭാരതം കാട്ടുമ്പോൾ തീർച്ചയായും പാകിസ്ഥാന്റെ നീക്കങ്ങൾ അസ്ഥാനത്താകാൻ തന്നെയാണ് സാധ്യത. ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കാണുന്നതാണ്, ഈ ഒരു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ സാധാരണ ജനങ്ങളുടെ ഒരു സംശയം അല്ലെങ്കിൽ അവരുടെ ഒരു ആദി, അത്തരത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഇപ്പോൾ തിരിച്ചടിക്കായി തന്നെ ഇന്ത്യ കൈക്കൊണ്ട കുറേയധികം കാര്യങ്ങളുണ്ട്. നയതന്ത്ര നീക്കങ്ങൾക്ക് പിന്നാലെ ഇപ്പോൾ സൈനിക നടപടികളിലേക്കുള്ള ഒരു നീക്കത്തിലേക്കാണ് ഇന്ത്യ കടക്കുന്നത്. അതിനിടെ തന്നെ തിരിച്ചടി തുടരുമെന്നുള്ള ഒരു പ്രഖ്യാപനവും ഭീഷണിയും എല്ലാം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുമുണ്ട്. അമേരിക്ക, റഷ്യ അടക്കമുള്ള ലോകരാഷ്ട്രങ്ങളെല്ലാം ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ യുദ്ധം ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്ക തന്നെയാണ് ഓരോ ജനതയുടെയും മനസ്സിലുണ്ടാകുന്നത്. ആ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ വാർ മോങ്കറിംഗ് എന്നത് എക്കാലത്തും മാനവരാശിയുടെ ചരിത്രത്തിൽ ആദ്യം മുതൽ തന്നെ യുദ്ധം എന്നതൊരു വൈകാരിക അനുഭവമാണ്. നേരിട്ട് ബാധിക്കാത്ത ജനങ്ങൾ യുദ്ധമാകട്ടെ നമുക്ക് യുദ്ധം ചെയ്യാം, തീർത്തു കളയാം, ഇങ്ങനെയൊക്കെയുള്ള വീരവാദങ്ങൾ പറയുന്നത് പതിവാണ്. ഇപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് ഭാരതത്തിലെയും പാകിസ്ഥാനിലെയും പൊതുജനത്തിന്റെ ഒരു മനോഭാവം. ഇപ്പോൾ ഇന്ത്യയുടെ സുരക്ഷിതത്വം അപകടത്തിലായിരിക്കുന്നു. നിസ്സഹായരായ 26 പേർ മരിച്ചിരിക്കുന്നു. 25 സഞ്ചാരികളും ഒരു തദ്ദേശവാസിയും പാകിസ്ഥാന്റെ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് മറുപടി കൊടുക്കണം. ഈ മറുപടി എന്ന് പറയുന്നത് കായികമായി യുദ്ധം എന്ന രീതിയിലുള്ള മറുപടി മാത്രമാകണം എന്നും മഹാഭൂരിപക്ഷവും ചിന്തിക്കുന്നു. ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യം യുദ്ധത്തിന് അതീതമായ ഒരു മറുപടിയാണ്. അതായത് ജലം തടഞ്ഞു വെക്കുന്നു എന്ന് പറയുന്നത് യുദ്ധ സമാനമായ സാഹചര്യമാണെങ്കിലും അത് യുദ്ധമല്ല. നയതന്ത്ര നീക്കം നടത്തി പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്നു എന്നത് തീർച്ചയായും യുദ്ധമല്ല, നയതന്ത്ര നീക്കം തന്നെയാണ്. ഈ പരസ്പര അംബാസഡർമാരെ പിൻവലിക്കുന്നു എന്നത് യുദ്ധമല്ല, ഒരു നയതന്ത്ര നീക്കമാണ്. പാകിസ്ഥാനിലേക്കുള്ള ട്രേഡ് കംപ്ലീറ്റ്ലി നിർത്തിവെക്കുന്നു എന്ന് പറയുന്നത് ഈ തീർച്ചയായും യുദ്ധമല്ല, മറിച്ച് യുദ്ധ സമാനമായ ഒരു നയതന്ത്ര നീക്കം തന്നെയാണ്. അങ്ങനെ സാമ്പത്തികമായി പാകിസ്ഥാനെ പരമാവധി സമ്മർദ്ദപ്പെടുത്തുകയും അങ്ങനെ ഇനിയും സാഹസങ്ങൾ കാട്ടാതിരിക്കാൻ പാകിസ്ഥാനെ പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഭാരതത്തിന്റെ നയം. അതായത് യുദ്ധം എന്ന് പറയുന്നത് ഒരു യുദ്ധ സമാനമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുകയും ആ ഭീതിയിൽ പാകിസ്ഥാൻ പിന്നോട്ട് പോവുകയും ചെയ്യും എന്നാണ് ഒരുപക്ഷെ ഭാരതത്തിന്റെ പ്രതീക്ഷ. പക്ഷേ പാകിസ്ഥാൻ ഇങ്ങോട്ട് പ്രതികരിച്ചാൽ ഭാരതം 10 മടങ്ങ് ശക്തിയിൽ തിരിച്ചു പ്രതികരിക്കാനും ദേശീയ സുരക്ഷ ഉറപ്പുവരുത്താനും സന്നദ്ധമാകും. അതിന്റെ തയ്യാറെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.